രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, പരിശുദ്ധരായിരിക്കാൻ എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വചനം കാണാതെ പഠിച്ച് ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തു എന്ന് ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞു. ഞങ്ങളുടെ ഇടവകയിലുള്ള കുഞ്ഞുങ്ങളുമൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു. വചനം പഠിക്കുമ്പോൾ ശക്തിയുണ്ടെന്നൊക്കെ. പഠിക്കണം. വചനം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമാണ്. നമ്മൾ സഭയുടെ പ്രത്യേകതകൾ 4 പറഞ്ഞല്ലോ. ഞാനത് ആവർത്തിച്ച് പറയാം. അതോടുകൂടി നിങ്ങളത് കാണാതെ പഠിക്കും. ഒന്ന് പറഞ്ഞ് എൻ്റെ കൂടെ എല്ലാവരും സഭയുടെ 4 പ്രത്യേകതകൾ, സ്വഭാവങ്ങളെന്ന് പറഞ്ഞ്. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവും. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് സ്ഥാപിച്ച സഭ ഏകമാണ്, പരിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, സാർവത്രികമാണെന്ന് വിശ്വാസ പ്രമാണത്തിലൂടെ ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ ബോധ്യത്തോടെ ഏറ്റുപറയാൻ, അത് വിശ്വസിക്കുന്നുവെന്നാണ് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഏറ്റുപറയുന്നത്. അപ്രകാരം അത് വിശ്വസിക്കാനും ജീവിക്കാനും പരിശുദ്ധരായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ തൊട്ടനുഗ്രഹിക്കണമേ. ആമേൻ. സഭ പരിശുദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുക. എങ്ങനെയാ പരിശുദ്ധ ആയിരിക്കുക? നമ്മൾ പറഞ്ഞല്ലോ, സഭ വിശുദ്ധയുമാണ്, വിശുദ്ധീകരിക്കപ്പെടേണ്ടവളാണ്. സഭയിൽ വിശുദ്ധരുണ്ട്. അതോടൊപ്പം സഭ തെറ്റ് ചെയ്ത് പാപം ചെയ്ത് നിൽക്കുന്ന മനുഷ്യമക്കള് സഭയിലുണ്ട്. അവർക്കൊക്കെ രക്ഷയിലേക്ക് വരാൻ, വിശുദ്ധീകരിക്കപ്പെടാൻ അവസരവുമുണ്ട്. വിശുദ്ധീകരണം ഈശോയിലൂടെയാണെന്ന് പറഞ്ഞു, ദൈവവചനത്തിലൂടെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭാമക്കൾ അല്ലെങ്കിൽ സഭ വിശുദ്ധീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ്. ഒന്ന് കൂദാശകളിലൂടെ, മറ്റത് കൂദാശ അനുകരണങ്ങളിലൂടെ, അത് നോമ്പ്, പ്രാർത്ഥന, ഉപവാസം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത് കൂദാശകളിലൂടെ. എത്ര കൂദാശകളുണ്ട്? സിസ്റ്റർ എന്താ ഞങ്ങളെ കളിയാക്കണ പോലെ ചോദിക്കുന്നത് അല്ലേ? 4ാം ക്ലാസ്സിൽ ആദ്യ കുർബാനയ്ക്ക് നമ്മളിത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞതാ. എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. 7 കൂദാശകൾ. ഈ 7 കൂദാശകൾ എന്താണ്? കൂദാശ അദൃശ്യമായ ദൈവീക ജീവൻ, ദൈവവരപ്രസാദം നമ്മിലേക്ക് ചൊരിയുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. കൂദാശകളില് മാമോദീസ, നിങ്ങളെല്ലാവരും ആ കൂദാശ സ്വീകരിച്ചവരാ. സ്ഥൈര്യലേപനം എല്ലാവരും സ്വീകരിച്ചു. കുർബാന, കുംഭസാരം എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും. മാമോദീസ ഒരിക്കൽ മാത്രം, സ്ഥൈര്യലേപനവും അങ്ങനത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന, നിങ്ങളുടെ ഈ പ്രായത്തിൽ നമുക്ക് വേണ്ട 2 കൂദാശകൾ ഏതൊക്കെയാണ്? നിങ്ങളും എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, ഒരുപോലെയാണ്, നമ്മളൊക്കെ ഒരുപോലെയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുദിനം പങ്കുചേരുന്നു. വിശുദ്ധ കുർബാനയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. തുടക്കത്തിലെ പറയുന്നുണ്ട്, അനുരഞ്ജിതരായിത്തീരാം, വിശുദ്ധീകരിക്കപ്പെടണം. പിന്നീട് സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടെ തുടർന്ന് പോയ അനുതാപ ശുശ്രൂഷ, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കണേ എന്ന് ആവർത്തിച്ച് നമ്മൾ ചൊല്ലുകയാണ്. വിശുദ്ധ കുർബാന നമ്മളെപ്പോഴും വിശുദ്ധീകരിക്കുന്നു, പരിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് സാധ്യമാകുന്നത്രയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് ഈ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ തീക്കട്ട എന്ന് പറയുന്നു. അതിന് അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ഈ യെശയ്യാ പ്രവാചകൻ പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ്. പിതാവായ ദൈവം തിരഞ്ഞെടുത്താൽ തിരഞ്ഞെടുത്തത് തന്നെയാണ്. ഒരു കാര്യത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല. വളരെ നിർബന്ധമാണ് ആ ഒരു കാര്യം. നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചാലും രക്ഷപ്പെടാൻ പറ്റില്ല.
എന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും ദൈവം സാഹചര്യങ്ങൾ ഒരുക്കും. ഈ യെശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് സെറാഫുകളിൽ ഒന്ന് ഒരു കൊടിൽ ബലിപീഠത്തിൽ നിന്നെടുത്തൊരു തീക്കട്ടയുമായി വന്ന് അധരത്തിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു. എത്ര ദൈവീകമായ ഒരനുഭവം! അനുദിനം വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ അണഞ്ഞ് ആ ഒരു 3/4 മണിക്കൂർ സമയമെങ്കിലും പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധ ബലി അർപ്പിച്ച് ഇപ്രകാരം ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നത് എവിടുന്നാ വിശുദ്ധ കുർബാന നമ്മുടെ അച്ഛൻ എടുത്തുകൊണ്ട് വരുന്നത് എവിടുന്നാ? ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ട തിരുശരീരം. അപ്പം തിരുശരീരമായിട്ട് മാറി. ഇതാണ് തീക്കട്ട. ഈ തീക്കട്ട എടുത്താണ് നമ്മുടെ നാവിലേക്ക് വെച്ച് തരുന്നത്. അന്ന് യെശയ്യാ പ്രവാചകനോട് പറഞ്ഞു, അതേപോലെ നടക്കുന്ന ഒരു സംഭവം ഇന്ന് നമ്മൾ കൈകളിൽ സ്വീകരിക്കുന്നുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ്. ആദ്യകാലത്തും അടുത്ത കാലം വരെയും നാവിലാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. നാവിലേക്ക് തീക്കട്ട വയ്ക്കുന്നു. ഈ തീക്കട്ട എന്ന് പറയുന്നത് ഈശോയാണ്. അതെന്നെ വിശുദ്ധീകരിക്കും, യെശയ്യാ പ്രവാചകനെ വിശുദ്ധീകരിച്ചതുപോലെ. വീണ്ടും ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് മാർ അപ്രേം, സഭാപിതാവാണ്, അങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ അറിയണം. അപ്രേം, നമ്മുടെ പല സ്ഥലങ്ങളിലും പല വീടുകളിലൊക്കെ അപ്രേം ചേട്ടൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്രേം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിറയുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഓർമ്മയുണ്ടാവണം, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഞാൻ നിറയുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ നമ്മൾ സ്വീകരിക്കണം. അവർ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് പരിശുദ്ധയായി തീരുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പരിശുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പള്ളിയിൽ നിന്ന് ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു. നമ്മൾ ഉടനെ പറയും, ഏകദൈവം, ഏകപുത്രൻ, ഏകറുഹ മാത്രമേ പരിശുദ്ധനുള്ളൂ. നമ്മുടെ അയോഗ്യത വീണ്ടും ഏറ്റുപറയുക. ഏറ്റവും അവസാനം നമ്മുടെ അച്ഛന്മാര് വിശുദ്ധ കുർബാന ചൊല്ലിയിട്ട് ഇറങ്ങുമ്പോൾ പറയുന്നത്, വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. വിശുദ്ധീകരിക്കുന്ന ഇടമാണ് ഈ ബലിപീഠം, അത് വിശുദ്ധ കുർബാന. ഇനി കുമ്പസാരം, ദൈവീക ജീവൻ നമ്മിലേക്ക് ഒഴുകുന്ന, എന്തും ചെന്നേറ്റു പറഞ്ഞ് ഈശോയാണ് കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത് എന്ന വിശ്വാസത്തിൽ നമ്മിലുള്ള എല്ലാ പാപമാലിന്യങ്ങളും ഏറ്റുപറഞ്ഞ് ആശീർവാദം സ്വീകരിക്കുന്നതോടുകൂടി വിശുദ്ധീകരിക്കപ്പെട്ടു. ആർക്കാ ഈ ഭാഗ്യമുള്ളത്? കത്തോലിക്ക സഭയിലുള്ള കുഞ്ഞുമക്കൾക്ക്. അതുകൊണ്ട് ഈ അടുത്ത നാളിലൊന്നും കുമ്പസാരിക്കാത്തവരുണ്ടെങ്കിൽ സാധ്യമാകുന്നിടത്തോളം വേഗം നമ്മൾ കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. ഇനി കൂദാശ അനുകരണം. അതെന്താ ഈ സാധനം? കൂദാശ അനുകരണം. കൂദാശകൾ ഈശോ സ്ഥാപിച്ചതാണ്. കൂദാശ അനുകരണം തിരുസഭ, ഓരോ സഭകളും അവരുടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി രൂപപ്പെടുത്തുന്ന. ഉദാഹരണം, ഹന്നാൻ വെള്ളം തളിച്ച് നമ്മളെ ആശീർവദിക്കാറുണ്ട്, വിശുദ്ധീകരിക്കാറുണ്ട്. വീട് വെഞ്ചരിപ്പ് നടക്കുമ്പോൾ, കൺവെൻഷൻസ് നടക്കുമ്പോൾ, പിന്നെ ഏതെങ്കിലും നൊവേനകൾ നടക്കുന്ന സമയത്ത് ലതീഞ്ഞു പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഹന്നാൻ വെള്ളം തളിച്ച് പ്രാർത്ഥിക്കുന്നു. അത് വിശുദ്ധീകരിക്കാനാണ് ഹന്നാൻ വെള്ളം. അതുപോലെ തന്നെ നമ്മൾ കാശ് രൂപങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്, ചില പ്രത്യേക പ്രാർത്ഥനകൾ, നൊവേനകൾ. ഇതൊക്കെ കൂദാശ അനുകരണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നോമ്പ്, പ്രാർത്ഥന, ഉപവാസം. നോമ്പ് നോക്കുക, 50 നോമ്പ്, 25 നോമ്പ്, 8 നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ? നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ. ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ ചില താല്പര്യങ്ങളോട് നമ്മളെ തന്നെ ഒരു ആത്മനിയന്ത്രണം ഉണ്ടാക്കണം നോമ്പിലൂടെ. അതൊരു ത്യാഗമാണ്, ഒരു പ്രായശ്ചിത്തമാണ്. അത് വിശുദ്ധീകരിക്കും. പ്രാർത്ഥന, ഉപവാസം. ഉപവാസം നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മളോട് ദുഃഖവെള്ളിയാഴ്ച, വിഭൂതിയുടെ ദിവസം നിർബന്ധമായിട്ടും നമ്മളോട് ഉപവാസം അനുഷ്ഠിക്കാൻ പറയുന്നത് എന്തിനാ? ഒരു പ്രായശ്ചിത്തമാണ്, ഒരു പരിഹാരമാണ് അതിലേക്ക് വരാൻ. അതുകൊണ്ട് നോമ്പ്, പ്രാർത്ഥന, ഉപവാസം, ഇതുവഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിന്റെ ഹിതം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, രാത്രികളിൽ ഉറങ്ങാതെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയും. ത്യാഗം വേണമെന്ന് നിർബന്ധം. അതാണ് ഇതിന്റെ പുറകിലുള്ള കാര്യം. വീണ്ടും വിവിധ ദൈവവിളികളിലൂടെയുള്ള വിശുദ്ധീകരണം. അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, സമർപ്പിതരായ സന്യാസ സഭകളുള്ള മറ്റച്ഛന്മാരുണ്ട്.
അൽമായരുണ്ട്. പലർക്കും പലതരത്തിലുള്ള ജീവിതാവസ്ഥയാണ്. ഈ ജീവിതാവസ്ഥകളുടെ കടമകൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നു. കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, വീട്ടിൽ അത്യാവശ്യം പപ്പയും മമ്മിയെ സഹായിച്ചു കൊടുക്കുക, താഴെയുള്ള മക്കളെ നോക്കുക, അവരെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുക, നിങ്ങളുടെ ചുമതലയാണ്. ഇത് ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരിക്കപ്പെടും. അപ്പം അതുകൊണ്ട് നമ്മുടെ കടമകൾ നിർവഹിച്ച് മക്കള് ഈ പ്രായത്തിൽ നിങ്ങൾ ഇതാ ചെയ്യേണ്ടത്. ഞങ്ങൾ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കോൺവെന്റിലുള്ള കാര്യങ്ങൾ ചെയ്യണം, ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം, ഇടവകയിലെ ദൗത്യങ്ങൾ ഞങ്ങൾ ചെയ്യണം. അത് ചെയ്യാൻ മടി കാണിച്ചാൽ ശരിയാവില്ല. അച്ഛന്മാര് അവരുടെ ദൗത്യങ്ങൾ, പപ്പയും മമ്മിയും കഠിനാധ്വാനം ചെയ്യുന്നു, മക്കളെ വളർത്തുന്നു. ഇതൊക്കെ അവരുടെ ഈ കടമ നിർവഹിക്കുന്നത് വഴിയും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ദൈവം നൽകിയ വിളിയോട് പ്രതികരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ട? ഇന്നത്തെ ബോധ്യം എന്താ? പരിശുദ്ധരായിരിക്കാൻ ഇന്ന് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാ. ഒന്ന് എഴുതി വെച്ചേ നോട്ട്ബുക്ക് എടുക്കും മക്കളെ. നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, ഇവ എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കും. ആഴപ്പെട്ട ബോധ്യമാണ്. നോമ്പ്, പ്രാർത്ഥന, ഉപവാസം. ഇനി വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ എന്നെ ഏൽപ്പിച്ച കടമ നിർവഹിക്കണം, ചെയ്യണം. നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? സഭ തരുന്ന വിശുദ്ധീകരണ മാർഗങ്ങളുണ്ട്, കൂദാശകളുണ്ട്, കൂദാശ അനുകരണങ്ങൾ. വീട് വെഞ്ചരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണം. അപ്പൊ അതുപോലെ കൂദാശകളും കൂദാശ അനുകരണങ്ങളും സഭ തരുന്ന മാർഗങ്ങളാണ്, അത് ഉപയോഗപ്പെടുത്തണം. അതിനോടൊരു താല്പര്യം, അതായിരിക്കും നമ്മുടെ മനോഭാവം. ഈ ശീലം, നിങ്ങളുടെ കടമകൾ കൃത്യമായിട്ട് ചെയ്യും. ചെയ്തിട്ട് ഈശോയെ നമ്മൾ മഹത്വപ്പെടുത്തണം. മടി, അലസത ഉപേക്ഷിക്കുന്നു ഇന്നു മുതൽ. കേരളത്തിലുള്ള സീറോ മലബാറിലുള്ള 8ാം ക്ലാസ്സിലെ ഒരൊറ്റ കുഞ്ഞുങ്ങൾക്കും ഇന്നു മുതൽ മടി ഇല്ല. ആക്ടിവിറ്റി എന്താണ്? നമ്മുടെ കേരളത്തിൽ ഒരുപാട് വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരുണ്ട്, ഇല്ലേ? അവരുടെ പേരുകളൊന്ന് കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം. ചെയ്യില്ലേ? ചെയ്യണം. നമ്മൾ ഇങ്ങനെ വിശുദ്ധിയിൽ വളർന്ന് പരിശുദ്ധരായി നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.